എല്ലാവർക്കും ബ്രില്യൻസ് PSCയിലേക്ക് സ്വാഗതം. ഞാൻ ഷാനി. നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ലാബ് അസിസ്റ്റൻറ്റിൻ്റെ ക്ലാസ്സുകളാണ്. അതായത് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ നേരത്തെ ഒരു ക്ലാസ് ചെയ്തു. അതിൽ നമ്മൾ INC ആണ് കൂടുതലായിട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ക്ലാസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും. പിന്നെ കൂടാതെ നിങ്ങൾ ചാനൽ ഷെയർ ചെയ്യണം, നിങ്ങളെ അഭിപ്രായങ്ങൾ അറിയിക്കണം, ലൈക്ക് ചെയ്യണം. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ, താഴെ തന്നിട്ടുള്ളവയെ കാലഗണന അനുസരിച്ച് ക്രമപ്പെടുത്തുക. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് ഒട്ടുമിക്ക ക്വസ്റ്റ്യൻ പേപ്പറുകളിലും കയറി വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഓരോരോ പറയുന്ന കാര്യത്തിൻ്റെയും വർഷം കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. അപ്പോൾ നമുക്ക് ഏതാ വരിക എന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ ഇതിൽ കൊടുത്തിരിക്കുന്നത് കേരളത്തിലെ സാമൂഹിക പ്രക്ഷോഭത്തിനെ കുറിച്ചാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ എല്ലാ വർഷവും അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും പഠിച്ചെങ്കിൽ മാത്രമേ ഈ ഒരു ക്വസ്റ്റ്യൻ വ്യക്തമായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ക്വസ്റ്റ്യനിലേക്ക് വരാം. ഫസ്റ്റ് വൺ, ഗുരുവായൂർ സത്യാഗ്രഹം. ഗുരുവായൂർ സത്യാഗ്രഹം, പാലിയം സത്യാഗ്രഹം, ചാന്നാർ കലാപം, കുട്ടംകുളം സമരം. ഗുരുവായൂർ സത്യാഗ്രഹം നടക്കുന്നത് 1931. പാലിയം സത്യാഗ്രഹം 1947. ചാന്നാർ കലാപം 1859. കുട്ടംകുളം സമരം 1946. അപ്പോൾ ഇതിൽ ഫസ്റ്റ് നടന്നത് ഏതായിരിക്കും? ആദ്യം നടക്കുന്നത് ചാന്നാർ കലാപം നടന്നത് 1859. രണ്ടാമതായി നടന്നത് ഗുരുവായൂർ സത്യാഗ്രഹം 1931. മൂന്നാമതായി നടന്നത് കുട്ടംകുളം സമരം 46. ലാസ്റ്റ് വൺ പാലിയം സത്യാഗ്രഹം 47. അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. ഇനി നമുക്ക് ഇതിൽ ഓരോ പ്രക്ഷോഭങ്ങളെക്കുറിച്ചും വിശദമായിട്ട് നോക്കാം. ഫസ്റ്റ് വരുന്നത് ഉദയംപേരൂർ സുന്നഹദോസ്. ഉദയംപേരൂർ സുന്നഹദോസ് നടക്കുന്നത് 1599. അതായത് കേരളത്തിൽ നേരത്തെ ഉണ്ടായിരുന്ന ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നത് സിറിയൻ ക്രിസ്ത്യാനികളാണ്. ഈ സിറിയൻ ക്രിസ്ത്യാനികളെ റോമിനോട് വിധേയത്വമുള്ളവരാക്കാൻ വേണ്ടി പുരോഹിതന്മാർ നടത്തിയ ഒരു സമ്മേളനമാണ് ഉദയംപേരൂർ സുന്നഹദോസ്. നടന്ന വർഷം ഓർത്ത് വയ്ക്കുക, 1599. അതായത് അലക്സിസ് ഡി മെനസിസ് എന്ന് പറയുന്ന വ്യക്തിയാണ് ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷത വഹിച്ചത്. ഈ സമ്മേളനത്തിൽ 813 പേരാണ് പങ്കെടുത്തത്. 813 പേര് പങ്കെടുത്ത ഉദയംപേരൂർ സുന്നഹദോസ് നടന്ന വർഷം ഓർത്ത് വയ്ക്കുക, 1599 ഉദയംപേരൂർ സുന്നഹദോസ് നടക്കുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് കൂനൻ കുരിശ് പ്രതിജ്ഞ. കൂനൻ കുരിശ് പ്രതിജ്ഞ നടക്കുന്നത് 1653 ജനുവരി 3-നാണ്. 1653 ജനുവരി 3-നാണ് കൂനൻ കുരിശ് പ്രതിജ്ഞ നടക്കുന്നത്. അതായത് ഉദയംപേരൂർ സുന്നഹദോസിനെ എതിർത്ത് കേരളത്തിലെ സിറിയൻ ക്രിസ്ത്യാനികൾ മട്ടാഞ്ചേരിയിൽ സമ്മേളിക്കുകയും ഉദയംപേരൂർ സുന്നഹദോസ് തീരുമാനത്തെ അംഗീകരിക്കില്ലെന്ന് പ്രതിജ്ഞ ചെയ്യുകയും ചെയ്തു. ഇതാണ് കൂനൻ കുരിശ് പ്രതിജ്ഞ എന്നറിയപ്പെടുന്നത്. അതായത് ബാബിലോണിയൻ സുറിയാനി ബിഷപ്പായ മാർ അഹറ്റല്ലയെ പോർച്ചുഗീസുകാർ വധിച്ചു എന്ന വാർത്തയെ തുടർന്നാണ് കൂനൻ കുരിശ് പ്രതിജ്ഞ നടക്കുന്നത്. അതായത് മാർ അഹറ്റല്ലയെ പോർച്ചുഗീസുകാർ വധിച്ചു എന്ന വാർത്തയാണ് കൂനൻ കുരിശ് പ്രതിജ്ഞയ്ക്ക് ആധാരം എന്നർത്ഥം. കൂനൻ കുരിശ് പ്രതിജ്ഞയാണ് മതരംഗത്ത് പോർച്ചുഗീസുകാർ പരാജയപ്പെടാനുള്ള മെയിൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ കൂനൻ കുരിശ് പ്രതിജ്ഞയാണ്. അതായത് ഉദയംപേരൂർ സുന്നഹദോസ് കൊണ്ടുവന്നത് പോർച്ചുഗീസുകാരാണ് മതം മാറ്റാൻ വേണ്ടിയിട്ട്. പക്ഷെ അതിനെ എതിർത്തുകൊണ്ട് കൂനൻ കുരിശ് പ്രതിജ്ഞ നടക്കുന്നുണ്ട് 1653. അപ്പോൾ ഇത്രയും നിങ്ങൾ ഓർത്ത് വയ്ക്കുക. നെക്സ്റ്റ് വരുന്നതാണ് ചാന്നാർ ലഹള. ചാന്നാർ ലഹള നടക്കുന്നത് 1859. അതായത് തിരുവിതാംകൂറിലെ ചാന്നാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള അവകാശത്തിനായി നടന്ന ഒരു പ്രക്ഷോഭമാണ് 1859 ചാന്നാർ ലഹള. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഡേറ്റ്. ചാന്നാർ ലഹള നടന്നത് 1859. ഈ ലഹളയ്ക്ക് തന്നെയാണ് എന്ത് പറയുന്നത്? മേൽമുണ്ട് സമരം എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? ഈ ചാന്നാർ ലഹളയാണ്.
അപ്പോൾ ഈ ലഹളയുടെ ഫലമായിട്ട് 1859 ചാന്നാർ ലഹളയുടെ ഫലമായി 1859 ജൂലൈ 26 ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ മേൽമുണ്ട് ധരിക്കാനുള്ള അവകാശം നൽകി. ചാന്നാർ സ്ത്രീകൾക്ക് മേൽമുണ്ട് ധരിക്കാനുള്ള അവകാശം നൽകിയ രാജാവിനെ ഓർത്തു വെക്കണം. ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. വർഷം ഓർത്ത് വയ്ക്കുക 1859 ജൂലൈ 26. ചാന്നാർ ലഹള നടന്നത് 1859. നെക്സ്റ്റ് വരുന്നത് മലയാളി മെമ്മോറിയൽ. ഇതൊക്കെ കേരളത്തിൽ നടന്ന ആദ്യകാലങ്ങളിൽ നടന്ന പ്രക്ഷോഭങ്ങളാണ്. നമ്മൾ ഇയർ അടിസ്ഥാനത്തിൽ ഓരോന്നായിട്ട് പഠിച്ചു വരികയാണ്. ഇതിൻ്റെ ഇയറുകളൊക്കെ പഠിച്ചെങ്കിൽ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. ശ്രദ്ധിക്കുക. പിന്നെ ഞാൻ ഇതൊക്കെ ക്രോഡീകരിച്ച് ലാസ്റ്റിലേക്ക് ഇതിന് വേറൊരു ടെസ്റ്റും കൂടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ക്ലാസ് മുഴുവനായിട്ട് നിങ്ങൾ കണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു ഭാഗത്തുനിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. നെക്സ്റ്റ് മലയാളി മെമ്മോറിയൽ. തിരുവിതാംകൂർക്കാർക്ക് സർക്കാർ ജോലികളിൽ പ്രാതിനിധ്യം വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സമർപ്പിക്കപ്പെട്ട ഒരു നിവേദനമാണ് ഏത്? മലയാളി മെമ്മോറിയൽ. എന്താണ്? തിരുവിതാംകൂർക്കാർക്ക് സർക്കാർ ജോലികളിൽ പ്രാതിനിധ്യം വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് സമർപ്പിക്കപ്പെട്ട സമ്മേളനമാണ് മലയാളി മെമ്മോറിയൽ. 1891 ജനുവരി 1 മലയാളി മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടത്. ഈ നിവേദനത്തിൽ 10,028 പേര് ഒപ്പുവെച്ചു. ഈ നിവേദനത്തിന് നേതൃത്വം നൽകിയ വ്യക്തിയാണ് G.P. പിള്ള. ബാരിസ്റ്റർ G.P. പിള്ളയുടെ നേതൃത്വത്തിലാണ് മലയാളി മെമ്മോറിയൽ നടക്കുന്നത്. അതിൽ ഒപ്പുവെച്ചത് 10,028 പേരാണ്. ഇത് സമർപ്പിച്ചത്, മലയാളി മെമ്മോറിയൽ സമർപ്പിച്ചത് ശ്രീമൂലം തിരുനാളിലാണ്. അപ്പോൾ 1891 ജനുവരി 1 എന്നുള്ള ഡേറ്റ് മറക്കാതിരിക്കുക. മലയാളി മെമ്മോറിയൽ നടന്ന വർഷമാണ്. അതിൽ 10,028 പേരാണ് ഈ നിവേദനത്തിൽ ഒപ്പുവെക്കുന്നത്. ഉയർന്ന ജോലികളിൽ കേരളത്തിലുള്ളവർക്ക് കൂടുതൽ പ്രാതിനിധ്യം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ നിവേദനം സമർപ്പിക്കപ്പെട്ടത്. ഉയർന്ന ജോലികളിൽ കേരളത്തിലുള്ളവർക്ക് കൂടുതൽ പ്രാതിനിധ്യം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് നിവേദനം സമർപ്പിച്ചത്. K.P. ശങ്കരമേനോനാണ് ഈ നിവേദനത്തിൽ ഫസ്റ്റ് ഒപ്പുവെച്ച വ്യക്തി. K.P. ശങ്കരമേനോനാണ്. മൂന്നാമതായി ഒപ്പുവെച്ചത് ഡോക്ടർ പൽപ്പുവാണ് ഈ നിവേദനത്തിൽ മൂന്നാമതായിട്ട് ഒപ്പുവെക്കുന്നത്. എഡിൻ നോർട്ടൺ എന്ന വ്യക്തിയാണ് ഈ നിവേദനം തയ്യാറാക്കാനുള്ള നിയമസഹായം നൽകിയത്. എഡിൻ നോർട്ടൺ എന്ന വ്യക്തിയാണ്. എഡിൻ നോർട്ടനാണ് മലയാളി മെമ്മോറിയൽ തയ്യാറാക്കുന്നതിന് വേണ്ട നിയമസഹായം നൽകിയത്. ഇത് സമർപ്പിച്ച സമയത്തെ ദിവാൻ ടി രാമറാവു ആണ്. അതായത് മലയാളി മെമ്മോറിയൽ സമർപ്പിക്കുന്ന സമയത്ത് തിരുവിതാംകൂറിലെ ദിവാൻ ആരായിരുന്നു? ടി രാമറാവു ആണ്. മലയാളി മെമ്മോറിയൽ സമർപ്പിച്ച സമയത്ത് തിരുവിതാംകൂറിലെ ദിവാൻ ടി രാമറാവു. അതുപോലെ തന്നെ മലയാളി മെമ്മോറിയലിന് വേണ്ടി പ്രവർത്തിച്ച സാഹിത്യകാരനാണ് ആര്? C.V. രാമൻ. C.V. രാമനാണ് മലയാളി മെമ്മോറിയലിന് വേണ്ടി പ്രവർത്തിച്ച സാഹിത്യകാരനാണ് ആര്? C.V. രാമൻ പിള്ള. ഇതിനോടനുബന്ധിച്ച് രൂപം കൊണ്ട ഒരു മുദ്രാവാക്യമാണ് എന്ത്? തിരുവിതാംകൂർ തിരുവിതാംകൂർക്കാർക്ക്. എന്താണ്? തിരുവിതാംകൂർക്കാർക്ക് എന്ന മുദ്രാവാക്യം മലയാളി മെമ്മോറിയലിനോടനുബന്ധിച്ച് ഉയർന്നു വന്നതാണ്. ഇതേപോലെ തന്നെ ഈ തിരുവിതാംകൂർക്കാർക്ക് എന്ന തലക്കെട്ടോട് കൂടിയിട്ട് ഒരു ലേഖനവും ആരെഴുതിയിട്ടുണ്ട്? G.P. പിള്ള എഴുതിയിട്ടുണ്ട്. അപ്പം മലയാളി മെമ്മോറിയലിൻ്റെ ഡേറ്റ് മറക്കണ്ട. 1891 ജനുവരി 1. 10,028 ആളുകൾ അതിൽ ഒപ്പുവെച്ചു. സമർപ്പിച്ചത് ശ്രീമൂലം തിരുനാളിന്. ആ സമയത്തെ തിരുവിതാംകൂറിലെ ദിവാൻ ടി രാമറാവു. നിയമസഹായം നൽകിയത് എഡിൻ നോർട്ടൺ. ഇതിന് പിന്നിൽ പ്രവർത്തിച്ച സാഹിത്യകാരനാണ് C.V. രാമൻ പിള്ള. ഇതുമായി ബന്ധപ്പെട്ട മുദ്രാവാക്യമാണ് തിരുവിതാംകൂർക്കാർക്ക്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്ത് വയ്ക്കുക. നെക്സ്റ്റ് വരുന്നതാണ് എതിർ മെമ്മോറിയൽ. മലയാളി മെമ്മോറിയലിനെതിരെ തമിഴ് ബ്രാഹ്മണർ, ചില ഹൈന്ദവ മലയാളികൾ, ക്രൈസ്തവ മലയാളികൾ എന്നിവർ ചേർന്ന് 1891 ജൂൺ 3 സമർപ്പിച്ച നിവേദനമാണ് എതിർ മെമ്മോറിയൽ. അപ്പം പേര് പോലെ തന്നെ മലയാളി മെമ്മോറിയലിനെ എതിർത്തുകൊണ്ട് നടന്ന ഒരു പ്രക്ഷോഭമാണ് എതിർ മെമ്മോറിയൽ. അത് ഡേറ്റ് മറക്കരുത്.
മലയാളി മെമ്മോറിയൽ നടന്ന അതേ വർഷം തന്നെ 1891 ജൂൺ 3, ഡേറ്റ് വ്യത്യാസമുണ്ട്, ജൂൺ 3. നെക്സ്റ്റ്, അതായത് എതിർ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടത് ആർക്കാണ്? ശ്രീമൂലം തിരുനാളിന്. എതിർ മെമ്മോറിയലിന് നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് ഈ രാമയ്യർ. ആരാണ്? ഈ രാമയ്യരാണ് എതിർ മെമ്മോറിയലിന് നേതൃത്വം കൊടുത്തത്. നെക്സ്റ്റ് വരുന്നതാണ് ഈഴവ മെമ്മോറിയൽ. ഈഴവ മെമ്മോറിയൽ നടക്കുന്നത് 1896 സെപ്റ്റംബർ 3. ഈഴവ മെമ്മോറിയൽ നടന്ന വർഷം 1896 സെപ്റ്റംബർ 3 ഈഴവ മെമ്മോറിയൽ നടക്കുന്നത്. ഈഴവരുടെ ഉന്നമനത്തിനും അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിനും വേണ്ടി ഡോക്ടർ പൽപ്പുവിൻ്റെ നേതൃത്വത്തിൽ നടന്ന സമരമാണ് ഈഴവ മെമ്മോറിയൽ. ഈഴവരുടെ ഉന്നമനത്തിനും അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിനും വേണ്ടിയിട്ട് ഡോക്ടർ പൽപ്പുവിൻ്റെ നേതൃത്വത്തിൽ നടന്ന ഒരു സമരമാണ് ഈഴവ മെമ്മോറിയൽ. ഈഴവ മെമ്മോറിയൽ നടന്നത് 1896 സെപ്റ്റംബർ 3. 13,176 ആളുകളാണ് ഈഴവ മെമ്മോറിയലിൽ ഒപ്പുവെച്ചത്. എത്രയാണ്? 13,176. മലയാളി മെമ്മോറിയലിൽ 10,028 പേരാണെങ്കിൽ ഈഴവ മെമ്മോറിയലിൽ 13,176 പേരാണ് ഒപ്പുവെക്കുന്നത്. ഈ ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കുന്ന സമയത്ത് തിരുവിതാംകൂറിലെ രാജാവ് ശ്രീമൂലം തിരുനാളാണ്. അപ്പം ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ചത് ശ്രീമൂലം തിരുനാളിനാണ്. ആ സമയത്ത് തിരുവിതാംകൂറിലെ ദിവാനാണ് ആര്? ശങ്കര സുബ്ബയ്യ. ശങ്കര സുബ്ബയ്യയാണ് ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കുന്ന സമയത്ത് തിരുവിതാംകൂറിലെ ദിവാൻ. 1900 രണ്ടാം ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കുന്നത്. ഈഴവ മെമ്മോറിയൽ രണ്ടാമതുമായിട്ട് സമർപ്പിക്കുന്നുണ്ട്. അത് 1900. അത് സമർപ്പിക്കപ്പെട്ടത് ആർക്കാന്ന് ചോദിച്ചാൽ കഴ്സൺ പ്രഭുവിനാണ്. അപ്പോൾ മലയാളി മെമ്മോറിയൽ, എതിർ മെമ്മോറിയൽ, ഈഴവ മെമ്മോറിയൽ എന്നിവ സമർപ്പിച്ചത് ശ്രീമൂലം തിരുനാളിനാണ്. രണ്ടാം ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടത് ആർക്കാന്ന് ചോദിച്ചാൽ അത് കഴ്സൺ പ്രഭുവിനാണ്. നെക്സ്റ്റ് ആണ് മിശ്രഭോജനം. മിശ്രഭോജനം നടക്കുന്നത് 1917 മെയ് 29. 1917 മെയ് 29 മിശ്രഭോജനം നടക്കുന്നത് അല്ലേ. മിശ്രഭോജനത്തിന് നേതൃത്വം നൽകിയ സാമൂഹിക പരിഷ്കർത്താവാണ് സഹോദരൻ അയ്യപ്പൻ. സഹോദരൻ അയ്യപ്പൻ മിശ്രഭോജനം നടത്തിയത് 1917 മെയ് 29 ചേറായിൽ വെച്ചിട്ടാണ്. അതായത് നമ്മുടെ സഹോദരൻ അയ്യപ്പൻ ജനിച്ചത് എവിടെയാണ്? ചേറായിലാണ് അല്ലെ. സഹോദരൻ അയ്യപ്പനാണ് പറഞ്ഞത് എന്ത്? ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട മനുഷ്യന് എന്ന് പറഞ്ഞ സാമൂഹിക പരിഷ്കർത്താവ് ആരാന്ന് ചോദിച്ചാൽ അത് സഹോദരൻ അയ്യപ്പനാണ്. മിശ്രഭോജനം പിൽക്കാലത്ത് കോസ്മോപൊളിറ്റൻ ഡിന്നർ എന്നറിയപ്പെട്ടു. മിശ്രഭോജനം പിൽക്കാലത്ത് കോസ്മോപൊളിറ്റൻ ഡിന്നർ എന്ന പേരിലേക്ക് അറിയപ്പെട്ട. ഓർത്തു വയ്ക്കുക, മിശ്രഭോജനം നടന്നത് 1917. ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് വരുന്നത് തളി ക്ഷേത്ര പ്രക്ഷോഭം. തളി ക്ഷേത്ര പ്രക്ഷോഭം നടക്കുന്നതും 1917. 1917 തളി ക്ഷേത്ര പ്രക്ഷോഭം നടക്കുന്നത്. കേരളത്തിൽ ഐത്തത്തിനെതിരെ നടന്ന ആദ്യത്തെ പ്രക്ഷോഭമാണ് തളി ക്ഷേത്ര പ്രക്ഷോഭം. കേരളത്തിൽ ഐത്തത്തിനെതിരെ നടന്ന ആദ്യ പ്രക്ഷോഭം ഏതാന്ന് ചോദിച്ചാൽ അത് തളി ക്ഷേത്ര പ്രക്ഷോഭം 1917. കോഴിക്കോട് ജില്ലയിലെ തളി ക്ഷേത്രത്തിന് സമീപത്തുമുള്ള റോഡുകൾ എല്ലാ ഹൈന്ദവർക്കുമായി തുറന്നു കൊടുക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് തളി ക്ഷേത്ര സമരം നടക്കുന്നത്. അതായത് കോഴിക്കോട് ജില്ലയിലെ തളി ക്ഷേത്രമുണ്ട്, അതിന് ചുറ്റുമുള്ള റോഡുകൾ എല്ലാവർക്കുമായി തുറന്നു കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നടന്ന പ്രക്ഷോഭമാണ് തളി ക്ഷേത്ര പ്രക്ഷോഭം. കേരളത്തിൽ ഐത്തത്തിനെതിരെ നടന്ന ആദ്യത്തെ പ്രക്ഷോഭം ഏതാന്ന് ചോദിച്ചാൽ അത് തളി ക്ഷേത്ര പ്രക്ഷോഭമാണ്. KP കേശവമേനോൻ, മഞ്ചേരി രാമയ്യർ, C കൃഷ്ണൻ എന്നിവരാണ് ഇതിലെ പ്രധാന നേതാക്കൾ. ആരൊക്കെയാ?
KP കേശവമേനോൻ, മഞ്ചേരി രാമയ്യർ, ശ്രീകൃഷ്ണൻ. ഇത്രയും പേരാണ് തളി ക്ഷേത്ര പ്രക്ഷോഭത്തിലെ പ്രധാന നേതാക്കൾ. അടുത്തത് പൗരസമത്വവാദ പ്രക്ഷോഭം. എന്താണ്? പൗരസമത്വവാദ പ്രക്ഷോഭം. തിരുവിതാംകൂറിൽ അസമത്വം ഉന്മൂലനം ചെയ്യുകയും എല്ലാ ജനങ്ങൾക്കും സമത്വം ലഭിക്കുന്നതിനുമായി ആരംഭിച്ച പ്രക്ഷോഭമാണ് പൗരസമത്വവാദ പ്രക്ഷോഭം. ഇത്രയേ ഉള്ളൂ. തിരുവിതാംകൂറിൽ അസമത്വം ഉന്മൂലനം ചെയ്യുക, എല്ലാവരും ഒരുപോലെ ആയിരിക്കണം എന്ന അങ്ങനെയുള്ളൊരവസ്ഥ ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് നടന്ന പ്രക്ഷോഭമാണ് പൗരസമത്വവാദ പ്രക്ഷോഭം. ഇത് നടക്കുന്നത് 1919. പൗരസമത്വവാദ പ്രക്ഷോഭം നടന്നത് 1919. ഇതിനെ പിന്തുണച്ചുകൊണ്ട് വാർത്ത വന്ന AK പിള്ളയുടെ പത്രമാണ് സ്വരാട്. പൗരസമത്വവാദ പ്രക്ഷോഭം നടക്കുന്ന സമയത്ത് ഇതിനെ പിന്തുണച്ചുകൊണ്ട് ഒരു വാർത്ത വന്നു. ആ പത്രം ആരുടെയെന്ന് ചോദിച്ചാൽ AK പിള്ളയുടെ സ്വരാട് എന്ന പത്രത്തിലാണ് പൗരസമത്വവാദ പ്രക്ഷോഭത്തെക്കുറിച്ചുള്ള വാർത്ത വരുന്നത്, അതിനനുകൂലിച്ചു കൊണ്ടുള്ള വാർത്ത വരുന്നത്. TK മാധവൻ, NV ജോസഫ്, AK ജോൺ എന്നിവരാണ് ഇതിൻ്റെ പ്രധാന നേതാക്കൾ. ആരൊക്കെയാ? TK മാധവൻ, NV ജോസഫ്, AK ജോൺ. ഇത്രയും ആളുകളാണ് പൗരസമത്വ പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തികൾ. ആരൊക്കെയാ? TK മാധവൻ, NV ജോസഫ്, AK ജോൺ. ഇത്രയും പേര്. അപ്പോൾ എല്ലാവരും ക്ലാസ് നന്നായിട്ട് ശ്രദ്ധിക്കണം. നമ്മൾ ഒരുപാട് ഇതിൽ പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നല്ല രീതിയിൽ നോക്കിയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഒരു ഭാഗം കിട്ടുള്ളൂ. അടുത്ത് വരുന്നതാണ് മലബാർ കലാപം. മലബാർ കലാപം എന്താണ്? ജാതി വ്യവസ്ഥയ്ക്കും കർഷകമായ തരംതിരിവുകളോടുമാണ് മലബാർ കലാപത്തിന് പ്രധാന കാരണമായത്. അതായത് ജാതി വ്യവസ്ഥ, കർഷകരോടുള്ള തരംതിരിവ് എന്നിവയാണ് മലബാർ കലാപത്തിന് പ്രധാന കാരണമായിട്ട് പറയുന്നത്. മലബാർ കലാപത്തെക്കുറിച്ച് ബ്രിട്ടീഷ് ഗവൺമെൻറ് മലബാർ കലാപത്തെക്കുറിച്ച് അറിയുന്നതിന് വേണ്ടി ബ്രിട്ടീഷ് ഗവൺമെൻറ് നിയോഗിച്ച കമ്മീഷനാണ് ഏത്? വില്യം ലോഗൻ കമ്മീഷൻ. മലബാർ കലാപത്തെക്കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാർ നിയോഗിച്ച കമ്മീഷനാണ് വില്യം ലോഗൻ കമ്മീഷൻ. മലബാറിലെ സബ് കളക്ടറായിരുന്ന ഇദ്ദേഹം മലബാർ കലാപത്തിന് നൽകിയ മറ്റൊരു പേരാണ് എന്ത്? മാപ്പിള കലാപം. മലബാർ കലാപത്തിൻ്റെ മറ്റൊരു പേര് തന്നെയാണ് എന്ത്? മാപ്പിള കലാപം. അപ്പോൾ ഈ മലബാർ കലാപം നടന്ന വർഷം 1921. ഓർത്തു വെക്കണം. മലബാർ കലാപം നടന്ന വർഷം 1921 മലബാർ കലാപം നടക്കുന്നത്. ഇതിൻ്റെ കേന്ദ്രം തിരൂരങ്ങാടിയാണ്. മലബാർ കലാപത്തിൻ്റെ കേന്ദ്രം എന്ന് പറയുന്നത് എവിടെയാണ്? തിരൂരങ്ങാടിയാണ്. മലബാർ കലാപത്തിൻ്റെ കേന്ദ്രം എന്ന് പറയുന്നത് തിരൂരങ്ങാടിയാണ്. മലബാർ കലാപത്തിൻ്റെ മറ്റൊരു പേരെന്താ നമ്മൾ പഠിച്ചു? എന്താണ്? മാപ്പിള കലാപം. ഇതിൻ്റെ പ്രധാന മലബാർ കലാപവുമായി ബന്ധപ്പെട്ട് കൊല്ലപ്പെട്ട മലബാറിലെ കളക്ടറാണ് HV കനോല്. അതായത് മലബാർ കലാപവുമായി ബന്ധപ്പെട്ട് മരണപ്പെട്ട മലബാറിലെ സബ് കളക്ടറായിരുന്നു ആര്? HV കനോലി. മലബാർ കലാപത്തിലെ പ്രമുഖ നേതാക്കളായിരുന്നു വാരിയംകുന്നത്ത് മുഹമ്മദ് ഹാജി, സീതിക്കോയ തങ്ങൾ, ആലി മുസ്ലിയാർ. മലബാർ കലാപത്തിൻ്റെ പ്രമുഖ നേതാക്കൾ 1921 നടന്ന മലബാർ കലാപത്തിൻ്റെ പ്രമുഖ നേതാക്കളാണ് വാരിയംകുന്നത്ത്, കുഞ്ഞഹമ്മദ് ഹാജി, സീതിക്കോയ തങ്ങൾ, ആലി മുസ്ലിയാർ. കലാപത്തിന് ശേഷം ഒരു താൽക്കാലിക ഗവൺമെൻറ് നിലവിൽ വരികയും ആലി മുസ്ലിയാർ അതിൻ്റെ തലവനാവുകയും ചെയ്തു. അതായത് മലബാർ കലാപം അതായത് മലബാർ കലാപത്തിന് ശേഷം ഒരു താൽക്കാലിക ഗവൺമെൻറ് നിലവിൽ വന്നു. ഇതിൻ്റെ തലപ്പത്ത് ആരുണ്ട്? ആലി മുസ്ലിയാരാണ് അതിൻ്റെ തലവനായിരുന്നത്.
ഇതിന്റെ ഭാഗമായി നടന്ന പ്രധാനപ്പെട്ട മറ്റൊരു സംഭവമാണ് പൂക്കോട്ടൂർ യുദ്ധം. മലബാർ കലാപവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടന്ന മറ്റൊരു സംഭവമാണ് എന്ത്? പൂക്കോട്ടൂർ യുദ്ധം. ഏറനാട്, വള്ളുവനാട്, പൊന്നാനി എന്നീ പ്രദേശങ്ങളിലായിരുന്നു മലബാർ കലാപം ശക്തിപ്പെട്ടത്. എവിടേക്കാ? ഏറനാട്, വള്ളുവനാട്, പൊന്നാനി താലൂക്കുകളിലാണ് മലബാർ കലാപം കൂടുതലായിട്ടും നടന്നത്. പൂക്കോട്ടൂർ ഖിലാഫത്ത് കമ്മിറ്റിയുടെ തലവനായിരുന്ന വടക്കേ വീട്ടിൽ മുഹമ്മദിനെ മോഷണക്കുറ്റം ചുമത്തി അല്ലെങ്കിൽ ആരോപിക്കപ്പെട്ടതിനെ തുടർന്ന് അറസ്റ്റ് ചെയ്യുകയും ചെയ്തതാണ് പൂക്കോട്ടൂർ യുദ്ധത്തിന്റെ പ്രധാന കാരണം. അതായത് പൂക്കോട്ടൂരിലുള്ള ഖിലാഫത്ത് കമ്മിറ്റിയുടെ തലവനായ പൂക്കോട്ടൂരിലെ ഖിലാഫത്ത് കമ്മിറ്റിയുടെ തലവൻ ആരാണ്? വടക്കേ വീട്ടിൽ മുഹമ്മദ്. അദ്ദേഹത്തിനെ മോഷണക്കുറ്റം ആരോപിച്ചുകൊണ്ട് പോലീസ് അറസ്റ്റ് ചെയ്തതാണ് പൂക്കോട്ടൂർ യുദ്ധത്തിന്റെ പ്രധാന കാരണം. അതായത് മലബാർ കലാപവുമായി ബന്ധപ്പെട്ട മറ്റൊരു കലാപമാണ് ഏത്? പൂക്കോട്ടൂർ യുദ്ധം. അതിന്റെ കാരണം, ഈ പൂക്കോട്ടൂർ യുദ്ധത്തിന്റെ കാരണം എന്താണ്? വടക്കേ വീട്ടിൽ മുഹമ്മദിനെ മോഷണക്കുറ്റം ചുമത്തിയിട്ട് അറസ്റ്റ് ചെയ്തതാണ് എന്തിന്റെ പ്രധാന കാരണം? പൂക്കോട്ടൂർ യുദ്ധത്തിന്റെ കാരണം. ഇതോടനുബന്ധിച്ച് വക്കം അബ്ദുൽ ഖാദർ എന്ന ആളെ ബ്രിട്ടീഷ് പോലീസ് പിടികൂടുകയും വധശിക്ഷ നൽകുകയും ചെയ്തു. ഇതിനോടനുബന്ധിച്ച് അബ്ദുൽ ഖാദർ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ബ്രിട്ടീഷ് പോലീസ് പിടികൂടി അദ്ദേഹത്തിന് വധശിക്ഷ നൽകുകയും ചെയ്തു. ഹിച്ച്കോക്ക് എന്ന പോലീസുകാരൻ മലബാർ കലാപത്തോടനുബന്ധിച്ച് വധിക്കപ്പെട്ടു. അതായത് മലബാർ കലാപത്തോടനുബന്ധിച്ച് വധിക്കപ്പെട്ട ഒരു പോലീസുകാരനാണ് ആര്? ഹിച്ച്കോക്ക്. മലബാർ കലാപത്തിൽ ബ്രിട്ടീഷ് പട്ടാളത്തിനെതിരെ ശക്തമായി പോരാടിയ വനിതയാണ് ആര്? കമ്മത്ത് ചിന്നമ്മ. ആരാണ്? കമ്മത്ത് ചിന്നമ്മ. മലബാർ കലാപത്തിൽ ബ്രിട്ടീഷ് പട്ടാളത്തിനെതിരെ ശക്തമായി പോരാടിയ വനിതയാണ് കമ്മത്ത് ചിന്നമ്മ. ആരാണ്? കമ്മത്ത് ചിന്നമ്മ. കലാപകാരികളെ ഒടുവിൽ പിടികൂടുകയും ആൻഡമാൻ നിക്കോബാറിലേക്കും ഓസ്ട്രേലിയയിലെ ബൊട്ടാണി ബേയിലേക്ക് നാട് കടത്തുകയുമാണ് ഉണ്ടായത്. അവസാനം എന്താ സംഭവിച്ചത്? കലാപകാരികളെയൊക്കെ പിടികൂടി അവരെ ഇവിടുന്ന് നാട് കടത്തി. എവിടേക്കൊക്കെയാ? ഒന്ന് ആൻഡമാൻ നിക്കോബാറിലേക്ക് കുറേ ആളുകളെ കൊണ്ടുപോയി ഓസ്ട്രേലിയയിലെ ബൊട്ടാണി ബേയിലേക്കുമാണ് ഈ കലാപകാരികളെ പിന്നീട് നാട് കടത്തിയത്. 1929 മലബാറിൽ എന്ത് വരുന്നത്? മലബാർ കുടിയായ്മ നിയമം വന്നത് 1929. ഒരു ഇമ്പോർട്ടൻ്റ് ഇയർ ആണ് 1929 എന്ന് പറയുന്നത്. നമ്മളിപ്പം പഠിക്കുന്നത് എന്താണ്? മലബാർ കുടിയായ്മ നിയമം. മലബാർ കുടിയായ്മ നിയമം നിലവിൽ വന്നത് 1929 മറക്കരുത്. മലബാർ കലാപത്തെക്കുറിച്ച് മലബാർ കലാപം എന്ന കൃതി രചിച്ചത് കെ മാധവൻ നായരാണ്. മലബാർ കലാപത്തെക്കുറിച്ച് എഴുതിയൊരു കൃതിയാണ് എന്ത്? മലബാർ കലാപം എന്ന കൃതി. അത് രചിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ കെ മാധവൻ നായരാണ് മലബാർ കലാപം എന്ന കൃതി രചിച്ചത്. അപ്പോൾ ഇടയ്ക്ക് പുസ്തകങ്ങൾ ചോദിക്കലുണ്ട്. അപ്പോൾ മലബാർ കലാപം എന്ന കൃതി രചിച്ചത് കെ മാധവൻ നായർ. ഇതിനെ ആസ്പദമാക്കി, അതായത് മലബാർ കലാപത്തെ ആസ്പദമാക്കി കുമാരനാശാൻ രചിച്ച പ്രസിദ്ധമായൊരു കവിതയാണ് ദുരവസ്ഥ. ഇതാണ് കുമാരനാശാൻ രചിച്ച ഒരു കവിതയാണ് ദുരവസ്ഥ. ഈ ദുരവസ്ഥയിലെ പ്രതിപാദ്യ വിഷയം എന്ന് പറയുന്നത് ഏതാണ്? ഈ മലബാർ കലാപമാണ്. എം ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാട് എഴുതിയൊരു കൃതിയാണ് ഖിലാഫത്ത് സ്മരണകൾ. അപ്പം മലബാർ കലാപത്തെ ആസ്പദമാക്കി എം ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാടിന്റെ കൃതിയാണ് ഏത്? ഖിലാഫത്ത് സ്മരണകൾ. ഏതാണ്? ഖിലാഫത്ത് സ്മരണകൾ എന്ന കൃതി എം ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാടിൻ്റെതാണ്. കലാപത്തിന്റെ പശ്ചാത്തലത്തിൽ സുന്ദരികളും സുന്ദരന്മാരും എന്ന കൃതി രചിച്ചത് ഉറൂബ്. മലബാർ കലാപത്തിന്റെ പശ്ചാത്തലത്തിൽ സുന്ദരികളും സുന്ദരന്മാരും എന്ന കൃതി രചിച്ചത് ഉറൂബാണ്. അപ്പം മാധവൻ നായരുടെ കൃതിയാണ് മലബാർ കലാപം. ദുരവസ്ഥ എഴുതിയത് കുമാരനാശാൻ. അടുത്തത് എം ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാടിൻ്റെതാണ് ഖിലാഫത്ത് സ്മരണകൾ. കലാപത്തിന്റെ പശ്ചാത്തലത്തിൽ സുന്ദരികളും സുന്ദരന്മാരും എന്ന കൃതി എഴുതിയത് ഉറൂബാണ്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് നടന്ന മറ്റൊരു പ്രശ്നമാണ് ഏത്?
വാഗൺ ട്രാജഡി. മലബാർ കലാപവുമായി ബന്ധപ്പെട്ട് നടന്നതാണ് എന്ത്? വാഗൺ ട്രാജഡി. അതായത് കലാപകാരികൾ മലബാർ കലാപ സമയത്ത് മലബാർ കലാപത്തിൽ പങ്കെടുത്ത കലാപകാരികളെ ഗുഡ്സ് വാഗണിൽ നിറച്ച് അവർക്ക് എന്താ പറയുക, തിരൂരിലേക്ക് കൊണ്ടുപോകുന്ന വഴിക്ക് അവർ പലരും ശ്വാസം കിട്ടാതെ മരണപ്പെട്ട ഒരു സംഭവമാണ് വാഗൺ ട്രാജഡി എന്ന് പറയുന്നത്. ഏകദേശം 72 പേരാണ് ആ വാഗണിൽ വെച്ചിട്ട് മരിച്ചത്. ഈ വാഗൺ ട്രാജഡി റിപ്പോർട്ട് ചെയ്തത് എവിടെയാണെന്ന് ചോദിച്ചാൽ പോത്തന്നൂർ സ്റ്റേഷനിലാണ് ഈ വാഗൺ ട്രാജഡി എന്ന് പറയുന്ന സംഭവം റിപ്പോർട്ട് ചെയ്തത്. ഇതിനെ ദ ബ്ലാക്ക് ഹോൾ ഓഫ് പോത്തന്നൂർ എന്ന് വിശേഷിപ്പിച്ചത് സുമിത്ത് സർക്കാരാണ്. എന്താണ്? ദ ബ്ലാക്ക് ഹോൾ ഓഫ് പോത്തന്നൂർ എന്ന് വിശേഷിപ്പിച്ചത് സുമിത്ത് സർക്കാർ. AR നേപ്പ് കമ്മീഷനാണ് വാഗൺ ട്രാജഡി അന്വേഷിച്ചത്. വാഗൺ ട്രാജഡി അന്വേഷിക്കാൻ വേണ്ടിയിട്ട് നിർദ്ദേശിച്ച ആരാന്ന് ചോദിച്ചാൽ AR നേപ്പ് കമ്മീഷൻ. വാഗൺ ട്രാജഡി മെമ്മോറിയൽ സ്ഥിതി ചെയ്യുന്നത് തിരൂരിലാണ്. ഇത്രയേ ഉള്ളൂ. മലബാർ കലാപവുമായി ബന്ധപ്പെട്ട് നടന്ന മറ്റൊരു സംഭവമാണ് വാഗൺ ട്രാജഡി എന്ന് പറയുന്നത്. വാഗൺ ട്രാജഡി എന്ന് പറഞ്ഞാൽ ഒരു ഗുഡ്സിൽ ഒരുപാട് ആളുകളെ തിരൂരിലേക്ക് കൊണ്ടുപോകുന്ന വഴിയിൽ വെച്ചിട്ട്, അതായത് ആ ഗുഡ്സിൽ കൊള്ളാവുന്നതിൽ കൂടുതൽ ആളുകളെ കുത്തി നിറച്ചിട്ട് കൊണ്ടുപോകുന്ന വഴിക്ക് ഏകദേശം 72 ആളുകൾ മരണപ്പെടുകയും ബാക്കിയുള്ളവർ ശ്വാസം കിട്ടാതെ പിടയ്ക്കുകയും ചെയ്തൊരു സംഭവമാണ് വാഗൺ ട്രാജഡി എന്ന് പറയുന്നത്. അപ്പോൾ ഈ സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ തിരൂരിലാണ് റിപ്പോർട്ട് ചെയ്തത്. പോത്തന്നൂർ സ്റ്റേഷനിലാണ് റിപ്പോർട്ട് ചെയ്തത് ഈ സംഭവം. ഇതിനെ ദ ബ്ലാക്ക് ഹോൾ ഓഫ് പോത്തന്നൂർ എന്ന് വിശേഷിപ്പിച്ച വ്യക്തിയാണ് ആര്? സുമിത്ത് സർക്കാർ. ഇനി വാഗൺ ട്രാജഡിയെ കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി നിർദ്ദേശിച്ച കമ്മീഷനാണ് AR നേപ്പ് കമ്മീഷൻ. നമ്മുടെ മലബാർ കലാപമാണെങ്കിൽ ആരായിരുന്നു? വില്യം ലോഗൻ കമ്മീഷനായിരുന്നു അല്ലേ. അപ്പോൾ വാഗൺ ട്രാജഡി മെമ്മോറിയൽ സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് എവിടെ? തിരൂരിലാണ്. വാഗൺ ട്രാജഡി മെമ്മോറിയൽ സ്ഥിതി ചെയ്യുന്ന സ്ഥലം തിരൂരിലാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഇത്രയും ക്ലാസ്സുകളാണ് ചെയ്യുന്നത്. ഇതിൻ്റെ ബാക്കി ഞാൻ നാളെ ഇടുന്നതായിരിക്കും. പറഞ്ഞ മാതിരി ഇന്നത്തെ ക്ലാസ് എല്ലാവരും കാണുക. ഇതിൻ്റെ ബാക്കി ക്ലാസ് നാളെ ഇടുന്ന സമയത്ത് നിങ്ങൾ അതും കൂടെ കാണുക. അപ്പോൾ ഞാൻ ക്ലാസ് ഇടുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ഈ ചാനൽ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് നിങ്ങൾ കണ്ട് ലാസ്റ്റ് എത്തുമ്പോൾ നിങ്ങൾക്ക് എക്സാമിന് മാർക്ക് എങ്ങനെ സ്കോർ ചെയ്യാം എന്നുള്ളതിൻ്റെ ഏറ്റവും ലഘുവായിട്ടുള്ളൊരു കാര്യം കൂടി ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പം എല്ലാവർക്കും